أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. സ്നേഹധന്യരായ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ രഹസ്യ ജീവിതത്തിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം മതം അല്ലാഹുവിൻ്റെ മതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരിലൂടെ മാനവരാശിക്ക് പഠിപ്പിച്ചു കൊടുത്ത മതം. അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പൂർത്തീകരിച്ചു. വിശുദ്ധ ഖുർആനിൽ ആയത്തും ഇറങ്ങി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുൽ ഇസ്ലാമ ദീനാ. ദീനുൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയും ചെയ്തു. അഥവാ ഇസ്ലാമിന്റെ എല്ലാ വശങ്ങളും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം വേർതിരിച്ച് വ്യക്തമായി പറഞ്ഞ് പഠിപ്പിച്ച് മാതൃക കാണിച്ച് ഉദാഹരണങ്ങളിലൂടെ ഉപമകളിലൂടെ വ്യക്തമാക്കി തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മസലി വ മസലുക്കും കമസലി റജുലിൻ ഔ ഖദനാ. എന്റെയും നിങ്ങളുടെയും ഉപമ, ഉദാഹരണം എന്ന് പറയുന്നത് വിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് എന്ന്. ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹാ വഹുവ യദുബുഹു നാമിറ. ആ മനുഷ്യൻ നോക്കുമ്പോൾ അതാ വിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്നു. ആ വിളക്കിന്റെ തീയിലേക്ക്, ചൂടിലേക്ക് ധാരാളം പ്രാണികൾ, പാറ്റകൾ, ശലഭങ്ങൾ അതിങ്ങനെ പറന്നെടുക്കുകയാണ്. ആ മനുഷ്യൻ ആ വിളക്കിന്റെ സമീപത്തിരുന്നു കൊണ്ട് ആ പ്രാണികളെ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ പ്രാണികൾ അതിനെ സമ്മതിക്കുന്നില്ല. വിളക്കിന്റെ തീയിലേക്ക്, ചൂടിലേക്ക് വന്ന് വീണ് അത് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ഉപമ. നിങ്ങൾ നരകത്തിന്റെ വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളുടെ അരക്കെട്ടിന് പിടിച്ചു വലിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൈകളെ തട്ടിത്തെറിപ്പിച്ച് എൻ്റെ കൈകളിൽ നിന്ന് കുതറി മാറി വീണ്ടും നരകത്തിന്റെ വഴിയിലൂടെ തന്നെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതുപോലെ ആ വിളക്കിന്റെ തീയിലേക്ക് വന്നു വീണ് ചത്തുപോകുന്ന ഈയാമ്പാറ്റ കൂട്ടങ്ങളെ പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മതപരമായ വിഷയങ്ങളിൽ നമുക്ക് ഏറ്റവും നല്ല മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശറിന്റെ 7-ാമത്തെ വചനത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആ പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് നിങ്ങൾ അത് സ്വീകരിക്കുക. ആ പ്രവാചകൻ എന്താണോ നിങ്ങളോട് വിരോധിച്ചത്, ചെയ്യരുത് എന്ന് പറഞ്ഞത്, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക, അത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക.
തീർച്ചയായും അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നതാണ് ഞാൻ ഓതിവച്ച ആയത്തിന്റെ മഅന. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാതൃക ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ സമുദായം മുഴുവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ് വിസമ്മതിച്ചവൻ ഒഴികെ. ആ സമയത്ത് തീരാൻ പ്രവാചകൻ ചോദിക്കപ്പെടുകയാണ്, വമൻ യഅബ, ആരാണ് പ്രവാചകനെ വിസമ്മതിച്ചവരെന്ന് ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞത് മൻ അത്വഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിക്കുന്നവൻ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലാണ്. വമൻ അസ്വാനി ഫഖദ് അബ, എന്നോട് അനുസരണക്കേട് കാണിക്കുന്നവൻ അവനാണ് വിസമ്മതിച്ചവൻ, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് പരലോകത്ത് മോക്ഷം. അവർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. ആർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അക്കൂട്ടർ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ ഈ പറഞ്ഞ ആളുകളോടൊപ്പമായിരിക്കും. എന്നാൽ വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ. ആരാണോ അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണക്കേട് കാണിക്കുന്നത്, ഇസ്ലാമിന്റെ അതിർവരമ്പുകളെ ലംഘിക്കുകയും ചെയ്യുന്നവരാണോ അവർ കത്തിജ്വലിക്കുന്ന നരകത്തിൽ ശാശ്വതരായിരിക്കും എന്നും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓതി തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദീനിൽ നമ്മളായിട്ട് ആരും തന്നെ ഒന്നും കടത്തിക്കൂട്ടേണ്ടതില്ല, അതിൽ നിന്ന് ഒന്നും ഒഴിവാക്കേണ്ടതുമില്ല. എന്താണോ പ്രവാചകൻ പഠിപ്പിച്ചത്, എന്താണോ അവിടുന്ന് മാതൃക കാണിച്ചത്, അത് നാം സ്വീകരിച്ചാൽ മതി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഒരാൾ മതമായി ആചരിക്കുക എന്ന് പറഞ്ഞാൽ, ദീനിലേക്ക് കടത്തിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് ബിദ്അത്ത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ ബിദ്അത്തിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, അൽ ഹദസു ഫിദ്ദീനി ബഅദൽ ഇക്മാൽ. പൂർത്തീകരിക്കപ്പെട്ട ഈ ദീനിലേക്ക് ആരെങ്കിലും പുതിയതായി എന്തെങ്കിലും കടത്തിക്കൂട്ടിയാൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു സംഗതി ഒരാൾ കൊണ്ടുവന്നാൽ അവിടെ ഒരു മുസ്ലിമിന്റെ നിലപാട്, അവന്റെ സ്റ്റാൻഡ് എന്തായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നാം പഠിപ്പിക്കാത്ത, നമ്മുടെ മാതൃകയില്ലാത്തൊരു കാര്യം ആരെങ്കിലും പുതിയതായി കൊണ്ടുവന്നാൽ നിങ്ങളത് തള്ളിക്കളയണം, നിങ്ങളത് സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്താ? ഇത് ചെറിയ വിഷയമല്ല, ഗൗരവമുള്ള കാര്യമാണ്. നാളെ പരലോകത്തെ വിചാരണയുടെ കോടതിയിൽ വരുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി തരുന്നുണ്ട്, ഒരു വിഭാഗം ആളുകൾ വാവിട്ട് കരയുകയാണ്, അവരവരുടെ വിരലുകൾ കടിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ് അവർ കരയുന്നത്? വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അക്രമികളായ ആളുകൾ അവരുടെ വിരൽ കടിക്കുകയാണ്. അവരുടെ വിരലുകൾ അവരുടെ വായിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് അവർ കരയുകയാണ്, വാവിട്ട് നിലവിളിക്കുകയാണ്. അവർ വിളിച്ചു പറയുന്നത്, യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല, ഞാൻ എന്റെ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ. എന്റെ പ്രവാചകന്റെ മാർഗം ഞാൻ അവലംബിച്ചിരുന്നുവെങ്കിൽ. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ഇന്ന വ്യക്തികളെ, ഇന്ന ഇന്ന ആളുകളെ ഞാൻ എന്റെ ചങ്ങാതിയായി, സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ. എപ്പോഴാണ് ഈ ചിന്ത ഉണ്ടായത്? എപ്പോഴാണ് ഈ ബോധമുണ്ടായത്? ദുനിയാവിൽ വെച്ച് എത്ര പറഞ്ഞാലും ചില ആളുകൾക്ക് തലയിൽ കയറില്ല, അംഗീകരിക്കാൻ ആളുകൾ തയ്യാറല്ല, തിരുത്താൻ ആളുകൾ തയ്യാറാകുന്നില്ല. പരലോകത്ത് വന്നിട്ട് കരയുകയാണ്, ഇന്ന ഇന്ന നേതാക്കന്മാരെ, ഇന്ന ഇന്ന ആളുകളെ അവരുടെ കൂടെ നടന്നില്ലായിരുന്നുവെങ്കിൽ, നേരെ മറിച്ച് ഞാൻ എന്റെ പ്രവാചകന്റെ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ
എന്തുമാത്രം നന്നായിരുന്നേനെ എന്ന് പറഞ്ഞ് പരലോകത്ത് വന്ന് വിലപിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ നമുക്ക് വരാതിരിക്കാൻ മതപരമായ കാര്യങ്ങളിൽ നാം അവലംബമാക്കേണ്ടത്, മാതൃകയാക്കേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ആയിരിക്കണം. വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, നരകത്തിലേക്ക് കീഴ്മേൽ മറിച്ചിടപ്പെടുന്ന ദിവസം, അഥവാ തലകീഴായിക്കൊണ്ട് മുഖം കുത്തി നരകത്തിലേക്ക് മറിയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ യഖൂലൂന, അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യാ ലൈതനാ അത്വഅന അല്ലാഹ വ അത്വഅന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ. വഖാലു, അവർ വീണ്ടും പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ അത്വഅന, തീർച്ചയായും ഞങ്ങൾ അനുസരിച്ചു പോയി, സാദത്തന വ കുബറാഅന, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സാദാത്യങ്ങളെ, നേതാക്കന്മാരെ, വലിയ വലിയ ആളുകളെ ഞങ്ങൾ അനുസരിച്ചു പോയി. ഫഅദല്ലൂന സബീല, അവരാകട്ടെ ഞങ്ങളെ പിഴപ്പിച്ചു കളയുകയും ചെയ്തു. അങ്ങനെയുണ്ടല്ലോ നേതാക്കന്മാരുടെ വയ്യാലെ കൂടുക. പല സദസ്സുകളിലും ഇല്ല ഇല്ല ആളുകൾ, ഹോജമാർ, സാദാത്യങ്ങൾ, ബഡാ ശൈഖുമാർ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് അവർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങി അവരുടെ പിന്നാലെ നടന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി കൊടുത്ത് കാര്യങ്ങളെ ഗ്രഹിച്ചു മനസ്സിലാക്കാൻ, അന്വേഷിക്കാൻ, പഠിക്കാൻ, ചർച്ച ചെയ്യാൻ, സത്യമേത് അസത്യമേത് എന്ന് കണ്ടെത്താൻ അവൻ തയ്യാറായില്ല. പരലോകത്ത് വന്ന് കരയുകയാണ്, ഞങ്ങൾ സാദാത്യങ്ങളെ, നേതാക്കന്മാരെ, വലിയ വലിയ ആളുകളെ അനുസരിച്ചു പോയി റബ്ബേ, അവർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്ന ഒരു ഗതികേട് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരാതിരിക്കാൻ. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലയരിദന അലയ്യ അഖ്വാമുൻ, അവിടെ അതാ എന്റെ അടുക്കൽ ചില ആളുകൾ വരികയാണ് പരലോക വിചാരണയുടെ കോടതിയിൽ. പ്രവാചകൻ പറയുകയാണ്, അഅരിഫുഹും വയഅരിഫൂനനി, ഞാൻ അവരെ തിരിച്ചറിയുന്നു, അവർ എന്നെയും തിരിച്ചറിയുന്നു. ഏത് സാഹചര്യത്തില? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ പറയുകയാണ്, അവിടെ അതാ എന്റെ അടുക്കൽ ചില ആളുകൾ വരികയാണ്, അവർ എന്നെയും തിരിച്ചറിയുന്നു, ഞാൻ അവരെയും തിരിച്ചറിയുന്നു. അവർ എന്റെ അടുക്കലേക്ക് വരാൻ ശ്രമിക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ പാനീയം അത് വാങ്ങി കുടിക്കാനായി അവർ തിരക്ക് കൂട്ടുമ്പോ സുമ്മ യുഹാലു ബൈനി വ ബൈനഹും, എനിക്കും അവർക്കും ഇടയിൽ മറയിടപ്പെടുകയാണ്. മലക്കുകൾ അവരെ തടഞ്ഞു വെക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ വിളിച്ചു പറയും, ഫഅഖൂലു ഇന്നഹും മിന്നി, മലക്കുകളോട് പറയും, അല്ലാഹുവിന്റെ റസൂൽ അവർ എന്നിൽപ്പെട്ടവരാണ്, മിന സ്വഹാബി, എന്റെ അനുയായികളാണ്, എന്റെ സ്വഹാബാക്കളാണ്, അഥവാ എന്റെ സഹവാസമുള്ളവരാണ്, മിന ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. ഇങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. പ്രവാചകൻ പറയും, അവർ എന്റെ അനുയായികളാണ്, മലക്കുകളെ അവരെ തടയല്ലേ, എന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടൂ, ഞാൻ അവർക്ക് ഇതിൽ നിന്ന് വെള്ളം കോരി കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഫയുഖാലു, പ്രവാചകനോട് പറയപ്പെടുകയാണ്, നബിയെ, താങ്കൾക്കറിയില്ല, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, അങ്ങയുടെ കാലശേഷം അങ്ങ് പഠിപ്പിക്കാത്ത പലതും ചെയ്തവരാണ് ഇവർ. അങ്ങ് പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും ദീനായിക്കൊണ്ട് മതത്തിലേക്ക് കടത്തി കൂട്ടി ഉത്തരാചാരങ്ങൾ കൊണ്ടുവന്ന ആളുകളാണ്. ഇതൊന്നും പ്രവാചകരെ അങ്ങ് അറിഞ്ഞിട്ടില്ല. അങ്ങയുടെ കാലശേഷം അങ്ങ് പഠിപ്പിച്ച ദീനിൽ മാറ്റം വരുത്തിയവർ. ആ സമയത്ത് ഫഅഖൂലു, പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, സുഹ്തൻ സുഹ്ത ലിമൻ ഗയ്യ ബഅദി, അവർക്ക് നാശം, അവർക്ക് നാശം, അവർ ദൂരം പോകട്ടെ, ദൂരം പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹൗദുൽ കൗസറിന്റെ പാനീയം നിഷേധിക്കപ്പെട്ട് ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു വിഭാഗം ആരെന്നറിയുമോ? ബിദ്അത്തിന്റെ കക്ഷികളായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തന്റെ എല്ലാ പ്രസംഗത്തിലും അതിന്റെ മുന്നോടിയായി ഹംദും സ്വലാത്തും പറയുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞ ചില വരികൾ, വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ശർറായത്, മോശമായത് പൊതുനിർമ്മിതമായ കാര്യങ്ങളാണ്. ആ പൊതുനിർമ്മിതമായ കാര്യങ്ങളെല്ലാം ളലാലത്താണ്, വഴികേടാണ്. ആ വഴികേടെല്ലാം നിങ്ങളെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിദ്അത്ത് ചെയ്യുന്നവന്റെ സ്ഥാനം എവിടെയാണ്?
ഇസ്ലാമികപരമായി ഹറാമാണ്, തെറ്റാണ്, ശിക്ഷയുള്ള കാര്യമാണ്. വ്യഭിചരിക്കുന്നവനറിയാം വ്യഭിചാരം ഹറാമാണ്, പലിശ വാങ്ങുന്നവനറിയാം പലിശ ഹറാമാണ്, അക്രമം ചെയ്യുന്നവനറിയാം അക്രമം പാടില്ലാത്തതാണ്. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനോ അവനറിയുന്നില്ല, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. നന്മയാണ്, നല്ല കാര്യമാണ്, പുണ്യകരമാണ്, അള്ളാഹുവിനെ കടിക്കാനുള്ളതാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്, പരലോകത്ത് ഉപകരിക്കുന്നതാണ് എന്ന വിശ്വാസത്തോടു കൂടിയായിരിക്കും ഒരു മനുഷ്യൻ ബിദ്അത്തിൽ ഏർപ്പെടുക. അവൻ ചെയ്യുന്ന ബിദ്അത്തുകളിൽ പിശാച് അവന് ഭംഗിയായി തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ശൈത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാ? ഒരു കള്ളുകുടിയൻ മൂക്കറ്റൻ കള്ളുകുടിച്ച് ബോധമില്ലാതെ റോഡിൽ കിടന്ന് അക്രമം അഴിച്ചു വിടുമ്പോ, മറ്റേതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോ അതിനേക്കാളേറെ പിശാച് സന്തോഷിക്കുന്ന ഒരു സമയമുണ്ട്. ഏതാണ് ആ സമയം? ഒരാൾ ബിദ്അത്ത് ചെയ്യുമ്പോൾ. കാരണം കള്ളു കുടിക്കുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ തൗബ ചെയ്തേക്കാം, അവനറിയാം ഇത് ഹറാമാണ്, പാടില്ല എന്ന്. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ അവനറിയുന്നില്ല ഞാൻ ചെയ്യുന്നത് ബിദ്അത്താണ് എന്ന്. എത്രയോ ബിദ്അത്തുകളാണ്, പ്രത്യേകിച്ച് നാം നിലകൊള്ളുന്ന ഈ റജബ് മാസം, പിന്നെ വരാനിരിക്കുന്ന ശഅബാൻ മാസം, എന്തിനേറെ അത് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന റമദാൻ മാസത്തിൽ വരെ ഇസ്ലാമിൽ അന്യമായ പല സംഗതികളും ഇസ്ലാമാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, പുണ്യമാണെന്ന് കരുതിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ചെയ്തു വരികയാണ്. അവർക്ക് അള്ളാഹുവിന്റെ പ്രീതി കിട്ടുകയില്ല, അള്ളാഹുവിന്റെ നിന്ന് പ്രതിഫലം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ശിക്ഷയാണ് അവർക്ക് കിട്ടാനിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന മൂന്നാളുകൾ, ഒരാളുടെ തീരുമാനം ഇന്ന് രാത്രി മുതൽ ഞാൻ ഉറങ്ങാതെ നമസ്കരിക്കും, എല്ലാ രാത്രിയും ഞാൻ നമസ്കരിക്കും. രണ്ടാമത്തെ ആൾ പറഞ്ഞു നാളെ മുതൽ എല്ലാ പകലിലും എനിക്ക് നോമ്പാണ്. മൂന്നാമത്തെ ആളുടെ തീരുമാനം കല്യാണം പോലും കഴിക്കാതെ ഞാൻ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കും. പ്രവാചകൻ അറിഞ്ഞു, വിളിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. പ്രവാചകൻ തന്റെ സുന്നത്ത് എന്താണ് അവർക്ക് പറഞ്ഞു കൊടുത്തു. രാത്രി മുഴുവൻ നിസ്കരിക്കാനല്ല, നിസ്കാരമുണ്ട്, രാത്രി നമസ്കാരമുണ്ട്, തഹജ്ജുദുണ്ട്, ഞാൻ ഉറങ്ങുകയും ചെയ്യാറുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പൊഴിവാക്കുന്ന ദിവസമുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ഇബാദത്തിന് സമയം കണ്ടെത്തുന്നുണ്ട്, ഇതാണ് എന്റെ ചര്യ. ഇതിനപ്പുറം ആര് ആഗ്രഹിക്കുന്നുവോ അവർ എന്നിൽപ്പെട്ടവരേ അല്ല. ആരോടാ പറഞ്ഞത്? കള്ളുകുടിച്ച മനുഷ്യനോടല്ല. എല്ലാ ദിവസവും നോമ്പെടുക്കണം, എല്ലാ രാത്രിയും ഉറങ്ങാതെ നമസ്കരിക്കണം, ഇബാദത്തിന് വേണ്ടി കല്യാണം പോലും മാറ്റിവെച്ചുകൊണ്ട് ഒഴിഞ്ഞിരിക്കണം എന്ന് തീരുമാനിച്ച ആളുകളോട് ആ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ എന്റെ ചര്യയിൽ നിന്ന് പുറത്താണ്. ഞാൻ പഠിപ്പിച്ചതിനപ്പുറം ചെയ്യുന്നവർ എന്റെ ചര്യക്ക് പുറത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു കാര്യവും നാം മാതൃകയാക്കേണ്ടത് ആരെയാണ്? പ്രവാചകനെയാണ്. നമ്മൾ നമസ്കരിക്കുന്നു, 5 വഖത്ത് നമസ്കാരം, ഫർളായ നമസ്കാരം ഒഴിവാക്കിയാൽ ശിക്ഷയുണ്ട്. അതിന്റെ മഹത്വം അറിയാം. കഴിഞ്ഞ ഖുതുബയിൽ റജബ് മാസത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ, മിഅ്റാജ് യാത്രയെ കുറിച്ച് നാം ഇവിടെ വിശദീകരിച്ചപ്പോൾ, ആ മിഅ്റാജിന്റെ യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കൊടുത്ത ഗിഫ്റ്റാണ് നമസ്കാരം എന്നത്. എങ്ങനെ നിസ്കരിക്കണം? ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെയല്ല. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി കണ്ടുവോ അതുപോലെ ഇവിടെ നമസ്കരിക്കണം. എങ്ങനെ പ്രവാചകൻ നമസ്കരിച്ചത്? സുബഹി നമസ്കാരം 2 റക്അത്താണ്, ദുഹർ നമസ്കാരം 4 റക്അത്താണ്, മഗ്രിബ് നമസ്കാരം 3 റക്അത്താണ്. പ്രവാചകൻ 2 നമസ്കരിച്ചാൽ നമസ്കാരമല്ലേ, നല്ലതല്ലേ, അല്ലാഹുവിലേക്ക് അടുക്കാനല്ലേ? എന്തിനാ സുബഹി 2 ആക്കുന്നത്? 3 ആക്കാമെന്ന് ഒരാൾ വിചാരിച്ചാൽ, 3 നമസ്കരിച്ചാൽ നമസ്കാരമാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും
ഒരാൾ വിചാരിക്കുന്നത് സുജൂദല്ലേ, നല്ലതല്ലേ, അള്ളാഹുവിലേക്ക് അടുക്കാനല്ലേ, സ്വർഗം കിട്ടാനല്ലേ, 3, 4, 5, 6 സുജൂദ് ചെയ്താലോ നല്ലതാണ് എന്ന് ന്യായീകരണം അവിടെ ഫിറ്റാവില്ല. സുജൂദാണെങ്കിലും അവന്റെ സുജൂദ് സുന്നത്തിൽ നിന്ന് പുറത്തുപോയി ബിദ്അത്തിന്റെ പരിധിയിൽ വന്നു. 2 നിസ്കരിക്കേണ്ടത് 3 ആയാൽ, 4 നമസ്കരിക്കേണ്ടത് 2 ആയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയില്ലയോ? അവന്റെ നമസ്കാരം, അവന്റെ ഇബാദത്ത് സുന്നത്തിൽ നിന്ന് പോയി, പ്രവാചകൻ പഠിപ്പിച്ചതിന് എതിരായി, ബിദ്അത്തായി. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം പ്രവാചകൻ പറഞ്ഞു 33 സുബ്ഹാനല്ലാഹ് എണ്ണി പറഞ്ഞ പ്രവാചകൻ, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ടോട്ടൽ എത്രയായി? 99. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 തികഞ്ഞു. ഈ എണ്ണം പറഞ്ഞത് പ്രവാചകന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, വഹയിന്റെ അടിസ്ഥാനത്തിൽ. ഒരാൾ വിചാരിക്കുന്നത് ദിക്റല്ലേ, സുബ്ഹാനല്ലാഹല്ലേ, അൽഹംദുലില്ലാഹല്ലേ, തംലഅനി ഫിൽ മീസാൻ, അത് മീസാൻ നിലക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. മാത്രമല്ല തംലഉ മാ ബൈന സമാഇ വൽ അർദി, ആകാശ ഭൂമി നിറയും. ദിക്റിന്റെ മഹത്വമാണ് പറഞ്ഞത്. ഏത് ദിക്റിന്റെ? സുബ്ഹാനല്ലാഹയുടെ, അൽഹംദുലില്ലാഹയുടെ മഹത്വം പ്രവാചകൻ പറയും. അപ്പോൾ ഒരാൾ വിചാരിക്കുന്നത് ഇത്ര ശ്രേഷ്ഠമായ ദിക്റല്ലേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ എനിക്ക് പോയിട്ട് വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ 33 നിർത്തുന്നില്ല, ഞാൻ 50 ആക്കാം, അല്ലെങ്കിൽ 100 സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ 42 സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ പറ്റുമോ? പറ്റില്ല. കാരണം എണ്ണം പിടിച്ചു പ്രവാചകൻ ചൊല്ലി, എണ്ണം പറഞ്ഞ് നിശ്ചയിച്ചു. ആ എണ്ണം പറഞ്ഞാൽ എണ്ണി തന്നെയാണ് ഞാനും നിങ്ങളും ചൊല്ലേണ്ടത്. ഒരെണ്ണം കൂട്ടാൻ പറ്റൂല. 33 34 ആക്കാൻ പറ്റൂല, 32 ആക്കാനും പറ്റൂല. എന്നാൽ ചില ദിക്റുകൾ ഇസ്ലാം എണ്ണം പറഞ്ഞിട്ടില്ല, നമുക്ക് എണ്ണാതെ ചൊല്ലാം, എത്ര വേണമെങ്കിലും ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ വഹബീബത്താനി ഇലർ റഹ്മാൻ. നിങ്ങളുടെ നാവിന് ലഘുവായ 2 പദങ്ങൾ, പരമകാരുണ്യരിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പദങ്ങൾ, നിങ്ങളുടെ മീസാൻ നിറക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 2 പദങ്ങൾ. എണ്ണമില്ല, ഒരാൾക്ക് എത്ര വേണമെങ്കിലും ചൊല്ലാം. അവ എണ്ണിച്ചെല്ലാം പറഞ്ഞാൽ എണ്ണിച്ചെല്ലണം. എണ്ണിച്ചെല്ലാൻ പറഞ്ഞിട്ടില്ലെങ്കിലോ എണ്ണമില്ലാതെ എത്ര വേണമെങ്കിലും ചൊല്ലാം. ഇസ്ലാം പറഞ്ഞ എണ്ണങ്ങളിൽ ഏറ്റവും കൂടുതൽ എത്രയെന്നറിയോ? 100 ആണ്. അതിന്റെ അപ്പുറത്തേക്കില്ല. രാവിലെ 100, വൈകിട്ട് 100. അങ്ങനെ ഒരു ദിവസം ഒരാൾ എണ്ണിച്ചെല്ലിയാൽ ഒരു ദിവസത്തിൽ 200ന്റെ അപ്പുറത്തേക്ക് ഒരു എണ്ണം ഇസ്ലാം പറഞ്ഞിട്ടില്ല. അപ്പൊ 4444 എവിടെ നിന്ന് വന്നു? 6666 എവിടെ നിന്ന് വന്നു? 786 എവിടെ നിന്ന് വന്നു? 444 എവിടെ നിന്ന് വന്നു? പ്രവാചകൻ പറഞ്ഞതല്ല, ഇസ്ലാം പറഞ്ഞതല്ല. ത്വരീഖത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പല ഹോജമാരും ഇസ്ലാമിന്റെ പേരിൽ ഇത്തരത്തിലുള്ള എണ്ണം കൊണ്ടുവന്ന് പാവന ജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, വഞ്ചിച്ചുകൊണ്ടിരിക്കാൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി രാവിലെ 100, സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൈകിട്ട് 100. ഇതാണ് ഇസ്ലാം എണ്ണം പറഞ്ഞ ദിക്ർ. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ 100, വൈകിട്ട് 100. ഇതോ ഇത്ര എണ്ണം, ഇത്ര ലക്ഷം, ഇത്ര കോടി സ്വലാത്തുകൾ, ഇന്ന ദിക്റുകൾ, പലതരത്തിലുള്ള ദിക്റുകൾ എണ്ണം പറഞ്ഞ് നിശ്ചയിച്ചു കൊണ്ടുവന്ന് ഈ സമൂഹത്തെ പല ആളുകളും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം പറഞ്ഞിടത്ത് നിൽക്കണം. പ്രവാചകനാണ് മാതൃക, ഉസ്താദുമാരല്ല, പണ്ഡിതന്മാരല്ല, സംഘടനയല്ല, ഏതെങ്കിലും ത്വരീഖത്തിന്റെ ശൈഖല്ല. നമ്മുടെ ത്വരീഖത്തില്ല, റസൂലുള്ളാഹിന്റെ ത്വരീഖത്ത്. നമ്മുടെ ശൈഖാന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ മദ്ഹബില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹബ്. ആ പഠിപ്പിച്ചേടത്ത് നിൽക്കണം. നോമ്പ്, അതിന്റെ മഹത്വം നമുക്കറിയാം. നമ്മളെല്ലാവരും റമദാനിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിർബന്ധമായ നോമ്പുകൾക്ക് പുറമെ സുന്നത്തായ ഒരുപാട് നോമ്പുകൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നു. തിങ്കൾ, വ്യാഴം സുന്നത്ത് നോമ്പുണ്ട്. ആർക്കറിയാം? എത്ര ആളുകൾ ചെയ്യാറുണ്ട്? എല്ലാ അറബി മാസവും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പുണ്ട്. ശവ്വാൽ 6 നോമ്പുണ്ട്. ദുൽഹജ്ജിന്റെ 9 നോമ്പുണ്ട്.
മുഹറം 9-10 നോമ്പുണ്ട്. ഇങ്ങനെ പല സുന്നത്തായ നോമ്പുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡേറ്റ് പറഞ്ഞ്, മാസം പറഞ്ഞ്, ദിവസം പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അടുത്ത മാസം ശഅബാൻ 15 എന്ന് പറഞ്ഞുകൊണ്ട്, ബറാത്ത് രാവ് എന്ന് പറഞ്ഞുകൊണ്ട്, ബറാത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് ഖുർആനിലും ഹദീസിലും കാണാൻ കഴിയില്ല. പ്രവാചകൻ ചെയ്തിട്ടില്ല, സ്വഹാബത്തിൽ ഒരാൾ പോലും ചെയ്തിട്ടില്ല. ഈ മാസമോ റജബ് 27 എല്ലാവർക്കും അറിയാം. ഇന്നലെ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുണ്ട്, ആരും ഓർത്തില്ല. കാരണം എന്താ? സുന്നത്തിനോടല്ല താല്പര്യം, ബിദഅത്തിനോടാണ് താല്പര്യം. റജബ് 27 മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് പല ആളുകൾ നോമ്പെടുക്കാറുണ്ട്. സഹോദരങ്ങളെ, മിഅ്റാജിന്റെ ചരിത്രം കഴിഞ്ഞ ഖുതുബയിൽ വളരെ വിശദമായി ഞാൻ ചർച്ച ചെയ്തതാണ്. റജബ് മാസത്തിലാണ് എന്ന് തീർത്തു പറയാൻ ഒരു രേഖയുമില്ല. റജബിലാണെന്ന അഭിപ്രായം, റബീഉൽ അവ്വലിലാണെന്ന അഭിപ്രായം, ദുൽഖഅദയിലാണെന്ന അഭിപ്രായം, റമദാനിലാണെന്ന അഭിപ്രായം, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ട്. ഇന്ന മാസം എന്ന് പറയാൻ കഴിയില്ല. ഇനി ഇന്ന മാസമാണെന്ന് തീരുമാനിച്ചാൽ തന്നെ മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞ റജബ് 27 അങ്ങനെ ഒരു നോമ്പ്, അതല്ലെങ്കിൽ ഏത് മാസമായിക്കോട്ടെ, ഏത് ദിവസമായിക്കോട്ടെ, മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞ ഒരു നോമ്പ് ലോകത്തിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആരെങ്കിലും റജബ് 27 മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് നോമ്പെടുത്താൽ അത് സുന്നത്തല്ല, അത് ബിദ്അത്താണ്, ളലാലത്താണ്, വഴികേടാണ്, നരകത്തിലേക്കാണ്, ഒഴിവാക്കേണ്ടതാണ്. ഇതിൽ കൂടുതൽ വ്യക്തമായി പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഈ ശബ്ദം കേൾക്കുന്ന ഒരാളും മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞ നോമ്പെടുക്കരുത്. എടുത്താൽ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ അത് ചാർത്തി കൊടുക്കുകയും വരുത്. കാരണം എന്താ? ഇസ്ലാമിൽ അങ്ങനെ ഒരു നോമ്പില്ല. സ്വഹാബത്ത് ഒരാളും അങ്ങനെ മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് ഒരു നോമ്പ് എടുത്തിട്ടില്ല. അവ എടുത്താലോ ആ നോമ്പ് വരുന്നത് സുന്നത്തിന്റെ പരിധിയിലല്ല, അതിന്റെ നേരെ വിപരീതമായ നരകത്തിന്റെ വഴിയായ ബിദ്അത്തിന്റെ പരിധിയിലായിരിക്കും അത് വരിക എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമസ്കാരാണെങ്കിലും ദിക്റാണെങ്കിലും നോമ്പാണെങ്കിലും പ്രവാചകൻ പഠിപ്പിച്ചതിന് വിരുദ്ധമാണോ, പഠിപ്പിക്കാത്ത സംഗതിയാണോ, അതെല്ലാം വരുന്നത് ബിദ്അത്തിന്റെ പരിധിയിലായിരിക്കുമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഇത്രയും ലളിതമായി, സിമ്പിളായി, വ്യക്തമായി ആവർത്തിച്ച് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മളെല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി ഒന്നു കൊടുക്കുന്നവരാ. ലാ സ്വലാത്ത ലിമൻ ലാ വുദൂഅ ലഹു, വുദൂ ഇല്ലാത്തവന് നിസ്കാരമില്ല. വുദൂ ഇല്ലാത്തവന് നിസ്കാരമില്ലല്ലോ. ഇനി വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യണം. വുദൂ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ എടുത്ത് നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ മുൻകൈ കഴുകുന്നു, വായിൽ മൂക്കിലും വെള്ളം കയറ്റി നമ്മൾ ചീറ്റുന്നു, മുഖം കഴുകുന്നു, കൈകാലുകൾ കഴുകുന്നു, തല തടവുന്നു. തല തടവുമ്പോൾ മാത്രം ഒരു തവണ, ബാക്കിയെല്ലാം 3 തവണ. അപ്പൊ ആളുകൾക്ക് സംശയം, എല്ലാം 3 ചെയ്തിട്ട് തല മാത്രം എന്താവുന്നത്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മസഹ ബിറഅസിഹി വ ഉദ്നൈഹി മർറതൻ വാഹിദ. ഈ ഹദീസ് കേൾക്കുന്ന ഒരു സഹോദരനും ഇനി മുതൽ മരിക്കുന്നതുവരെ തലയും ചെവി 3 വട്ടം തടവാൻ പറ്റൂല. അവ മുജാഹിദാണെങ്കിലും, സുന്നിയാണെങ്കിലും, ജമാഅത്തുകാരനാണെങ്കിലും, തബ്ലീഗ് ജമാഅത്താണെങ്കിലും, ഏത് മതവിനെ ന്യായീകരിക്കുന്നവരാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ഒരു വട്ടമേ തടവിയുള്ളൂ. തലയും ചെവിയും ഒറ്റ പ്രാവശ്യം. അത് തല തടവിയ അതേ കൈ കൊണ്ട്, അതേ വെള്ളം കൊണ്ട് ചെവി തടവി. പിന്നെ ചെവി തടവാൻ പ്രത്യേക വെള്ളം എടുത്തില്ല. അത് എങ്ങനെയാ തടവിയത്? 10 വിരലും പ്രവാചകൻ ഉപയോഗിച്ചു. ഒരു വിരലല്ല, പഠിച്ചു വെക്കുക. പ്രവാചകൻ വെള്ളം എടുക്കുന്നു, ആ വെള്ളം കളയുന്നു, തന്റെ 2 തള്ള വിരലുകൾ ചെവിയിൽ വെക്കുന്നു, ബാക്കി 8 വിരലുകൾ ഇങ്ങനെ ചേർത്ത് മുടിയുടെ അറ്റം നെറ്റി മുതൽ, മുടി എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഈ വിരലുകളെല്ലാം പിറകിലേക്ക് പിരടി വരെ കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് വരണം. വീട്ടിൽ നിന്ന് കുളിച്ച് മുടിയൊക്കെ ചീകി ഒതുക്കി വെച്ച് കൈ ഇങ്ങനെ വിട്ടം വരുമ്പോ മുടിയെല്ലാം കുഴഞ്ഞു പറഞ്ഞാലോ എന്ന് കരുതി അങ്ങോട്ട് പോണ കൈ ഇങ്ങോട്ടുണ്ടാവില്ല. പല ആളുകൾ എങ്ങനെയാണോ കൈ പിറകോട്ട് പോയത് ആരംഭിച്ച സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു.
തള്ള വിരൽ കൊണ്ട് ചെവിയുടെ പുറഭാഗം ഇതാ പ്രവാചകന്റെ സുന്നത്ത് ഇങ്ങനെ ഒതുകൊടുക്കുന്നവരാണ്. എന്നാൽ ബാക്കിയുള്ള അവയവങ്ങളോ അയാൾക്ക് 3 വട്ടം കഴുകാം. ഇനി 2 വട്ടം കഴുകിയാലും ശരിയാവും, 1 വട്ടം കഴുകിയാലും ശരിയാവും. അതൊക്കെ പ്രവാചകന്റെ മാതൃകയുണ്ട്, ഹദീസിലുണ്ട്. ചില ആളുകൾ മുഖം കഴുകുമ്പോ, മുഖം എന്ന് പറഞ്ഞാൽ ഈ മുടിയുടെ അറ്റം മുതൽ ചെവി മുതൽ താടിയുടെ അറ്റം വരെ ഇതാണ് മുഖത്തിന്റെ പരിധി. മുഖം കഴുകാൻ പറഞ്ഞാൽ മുഖമേ കഴുകാൻ പറ്റുള്ളൂ. പല ആളുകളും ഇന്ന് മുതലെടുക്കുന്നതിന് വെള്ളമെടുത്ത് മുഖം കഴുകി ആ 2 കൈകൾ ഇങ്ങനെ കഴുത്തിലേക്ക് പിരടിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ഷാഫി മദ്ഹബിലെ പ്രസിദ്ധരായ പണ്ഡിതന്മാർ പറഞ്ഞത് ബിദ്അത്താണ് ആ പിരടി കഴുകൽ. വുളു എടുക്കുമ്പോ മുഖം കഴുകുമ്പോ പിരടി പാടില്ല, പ്രവാചകന്റെ ചര്യയില്ല. എന്ത് ചെയ്യാൻ പറഞ്ഞു അതേ ചെയ്യും. ഇതൊന്നും നിസ്സാര വിഷയമല്ല. ഇതൊക്കെ മിമ്പറിൽ നിന്ന് ഇത്ര ശബ്ദമുയർത്തി ഇത്ര ശക്തമായ ഭാഷയിൽ പറയേണ്ടതുണ്ടോ? ഉണ്ട്. കാരണം എന്താ? നല്ലതാണെന്ന് കരുതി ചെയ്തിട്ട് അവസാനം പോകുന്ന നരകത്തിലേക്കായിരിക്കും. ആ ദുരന്തം നമുക്കുണ്ടാകാതിരിക്കാൻ അതിനാണ് ഇത്ര വ്യക്തമായി പറയുന്നത്. 3 വട്ടം കാല് കഴുകാൻ പറഞ്ഞാൽ, 3 വട്ടം കൈ കഴുകാൻ പറഞ്ഞാൽ 3 കഴുകാൻ പറ്റുള്ളൂ, 4 പറ്റൂല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളോടാ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയായിരുന്നു ഇപ്പൊ ജുമാക്ക് വന്നപ്പോ ഒതുകൊടുത്തപ്പോ ഇവിടെ കാലിന്റെ വിരൽ മുതൽ തുടങ്ങി അതിങ്ങനെ നെയ്യാളിയുടെ മുകളിൽ വരെ അതിങ്ങനെ കഴുകണം. നമ്മൾ എങ്ങനെ നമ്മൾ കാലിൽ പൈപ്പ് തോന്നുക, കാലിങ്ങനെ പിടിക്കുക അല്ലെ, അല്ലെങ്കിൽ 2 കാല് കൂട്ടി ഇങ്ങനെ വയ്ക്കുക, അങ്ങനെയാണോ കാലുകൾ പഠിപ്പിച്ചത്? ഇതൊന്നും ചെറിയ കാര്യമല്ല. ഇത് നമ്മുടെ ആഖിറവുമായി ബന്ധപ്പെട്ടതാണ്, പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ നമസ്കാരം ശരിയാകണമെങ്കിൽ വുളു ശരിയാകണം. അപ്പൊ ഏതൊരു കാര്യത്തിലും മാതൃക ആരാണ്? സംഘടനയല്ല, ഇവിടെയുള്ള നേതാക്കന്മാരല്ല, ഖുർആനും ഹദീസുമാണ്, അല്ലാഹുവും അവന്റെ റസൂലുമാണ്. അവർ പഠിപ്പിച്ചതേ ചെയ്യാവൂ. ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ്, ഏറ്റവും നല്ല വർത്തമാനമാണ്. അതിനെ കവച്ചു വെക്കാൻ പോകുന്നില്ല. എന്നാൽ ആളുകൾ എന്താ ചെയ്യാറുള്ളത്? മനുഷ്യ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്നു. എന്നിട്ട് ആളുകൾ പറയും ഖുർആനല്ലേ നല്ലതല്ലേ, ഏതാ ഓതുന്നത്? യാസീൻ ഓതാറുണ്ട് കൂടുതലായിട്ട് അല്ലേ. യാസീനിൽ തന്നെ അല്ലാഹു പറഞ്ഞു ഈ ഖുർആൻ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് താക്കീത് കൊടുക്കാനുള്ളതാണ്, മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല. യാസീനിൽ തന്നെ അല്ലാഹു പറഞ്ഞ കാര്യം. മയ്യിത്തിന്റെ സമീപത്ത് പോയിട്ട് ആളുകൾ പറയാണ് ഖുർആൻ ജീവനുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ആരോട്? പോയിട്ട് മയ്യിത്തിനോടാ പറയുന്നത്. അപ്പൊ ഖുർആൻ നല്ലതല്ലേ? ഖുർആൻ നല്ലതാണ്. ഒരാൾ ഓതിക്കൂടെ? ഓതാം. ടോയ്ലറ്റിൽ വെച്ച് ഖുർആൻ ഓതാൻ പറ്റും? വേണ്ട. റുക്കൂവിലും സുജൂദിലും ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. ഖുർആൻ നല്ലതല്ലേ? റുക്കൂവിലും സുജൂദിലും ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റില്ല. പ്രവാചകൻ വിലക്കി. നിസ്കരിക്കുമ്പോൾ ഓതാം, ഫാത്തിഹയ്ക്ക് ശേഷം ഓതാം, എത്ര വേണമെങ്കിലും ഓതാം. ഓതി പ്രവാചകന്റെ കാലിൽ നീര് വന്നിട്ടുണ്ട്. ഒറ്റ നിസ്കരിക്കുമ്പോ, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ, ഫർള് നമസ്കാരമാണെങ്കിൽ ലഘൂകരിക്കാൻ പ്രത്യേകം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതും നൽകിയിട്ടുണ്ട്. ഇനി ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്നത്, ഇമാമ് ഫാത്തിഹ ഓതി, പിന്നിൽ നിൽക്കുന്ന എല്ലാവരും ഫാത്തിഹ ഓതണം. അല്ലെങ്കിൽ ഇമാമ് സൂറത്ത് ഓതണം. നമുക്കറിയാവുന്ന സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ബാക്കിൽ നിൽക്കുന്നവരൊക്കെ ഖുൽ ഹുവല്ലാഹു ഓതാൻ പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? ഖുർആൻ തന്നെ പറഞ്ഞു വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ശ്രദ്ധിച്ചു കേൾക്കണം, സൈലന്റ് ആയി കേൾക്കണം, മിണ്ടാൻ പറ്റൂല. അതിൽ നിന്ന് ഒഴിവാക്കി തന്നു ഫാത്തിഹ. കാരണം എന്താണെന്നറിയോ? ലാ സ്വലാത്ത ലിമൻ ലം യഖറഉ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്ത നിസ്കാരമില്ല, ഫാത്തിഹ നിർബന്ധമാണ്. അതുകൊണ്ട് ഫാത്തിഹ ഓതണം ഇമാമിന്റെ കൂടെ. ഇമാം സൂറത്തിൽ പ്രവേശിച്ചാൽ, ആയത്തിൽ പ്രവേശിച്ചാൽ ഖുർആനാണെന്ന് കരുതി നമ്മൾ ഓതരുത്. ഓതാതെ സൈലന്റ് ആയി കേട്ട് നിൽക്കണം. അപ്പൊ ഖുർആൻ നല്ലതാണ്, ഖുർആൻ ഓതേണ്ടതാണ്, കൂലിയുള്ളതാണ്. നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ഖുർആൻ ശഫാഅത്ത് പറയും. ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. പക്ഷേ അത് മയ്യിത്തിന്റെ അടുത്ത് ഓതാൻ പറ്റുമോ? പറ്റില്ല. ഖബറിൽ ഓതാൻ പറ്റുമോ? ഇല്ല. ഉസ്താദിനെ കൊണ്ടുവന്ന് ദർസിൽ പോയി കുട്ടികളെ കൊണ്ടുവന്ന് ഖുർആൻ ഓതി ഖത്തം ദുആ നടത്തി വാപ്പാന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് പാർസൽ
വാപ്പാന്റെ ഖബറിനെ കൊണ്ട് എത്തിയില്ല. ഇതൊക്കെ ദീനാന്ന് വിചാരിച്ചില്ല ചെയ്തത്. ഖബറിൽ ഊതാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. മയ്യിത്തിന്റെ അടുത്ത് ഊതാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ദിക്റിന്റെ പോലീസ് ഞാൻ പറഞ്ഞു, ദിക്ർ നല്ലതാണ്. മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചെല്ലേണ്ട ആളുകൾ ദിക്റല്ലേ, മറ്റുള്ള സംസാരം ഒഴിവാക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ദൽ ദിക്റല്ലേ പറ്റില്ല. ആര് പറഞ്ഞു? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ആരാ ഇമാം നബവി? ശാഫി മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. കിതാബുൽ അദ്കാറിൽ എന്താ പറയുന്നത്? വഅലം, നീ അറിയണം, മനസ്സിലാക്കണം, അന്ന സ്വവാബൽ മുഖ്താർ, തീർച്ചയായും ഏറ്റവും ശരിയായതും തെരഞ്ഞെടുക്കപ്പെടേണ്ടതുമായ മാർഗം മാകാന അലൈഹി സലഫ്, മുൻഗാമികളായ സച്ചരിതരായ പൂർവികരായ ആളുകളുടെ മാർഗമാണ്. അതേതാ? അസ്സുകൂതു ഫി ഹാലി സൈരി മഅൽ ജനാസ, ജനാസയോടൊപ്പം പോകുമ്പോ മിണ്ടാണ്ട് പോകണം. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരാ പറയുന്നത്. ജനാസയുടെ കൂടെ പോകുമ്പോ മിണ്ടാണ്ട് പോകണം. ഫലാ യർഫഉ സൗത, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. എങ്ങനെ? ബിഖിറാഅത്തിൻ, ഖുർആൻ ഓതിയിട്ട്, വലാ ദിക്രിൻ, ദിക്ർ ചൊല്ലിയിട്ട്, വലാ ഗൈറുദാലിക, മറ്റ് ഏത് സംസാരമാണെങ്കിലും ശരി, മയ്യിത്തിന്റെ കൂടെ പോകുമ്പോൾ ദിക്റെല്ലാം പറ്റൂല. ഉസ്താദ് ഉസ്താദെ മിണ്ടരുത്. എന്റെ വാപ്പാന്റെ മയ്യിത്തിന്റെ കൂടെ ദിക്ർ ചൊല്ലുന്ന ഒരാളും എന്റെ വാപ്പയുടെ എന്റെ ഉമ്മയുടെ മയ്യിത്തിനെ അനുഗമിക്കണ്ട എന്ന് തന്റെ ഇടത്തോടെ പറയാനുള്ള ആർജവം ഉണ്ടാകണം മുസ്ലിമേ. നമുക്ക് മാതൃക പ്രവാചകനാ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വ്യക്തമായി നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്തോ അത് ചെയ്യുക, പഠിപ്പിക്കാത്തതെന്തോ അത് ഒഴിവാക്കുക. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അടുത്ത ഖുതുബയിൽ ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.